നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ എന്റെ കൂട്ടുകാരെയും ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിൽ ട്രാവൽ അല്ല കേട്ടോ. ഇന്ന് നമ്മള് ഒരു ടിപ്പ് എന്ന് പറയാം. ടിപ്പ് എന്ന് പറഞ്ഞാൽ ഹോം ടിപ്പ്, കിച്ചൺ ടിപ്പ് അതൊന്നും അല്ല കേട്ടോ. നിങ്ങള് മനോര പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നവരാണ്, സ്പെഷ്യലി അണ്ടർ ഐ ജെൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എപ്പോഴെങ്കിലും ഇത് യൂസ്ഫുൾ ആവും. ഇത് പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ. അപ്പൊ അവർക്ക് എന്നെ പോലുള്ള ആൾക്കാരുടെ പ്രൊമോഷന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, അവരുടെ വലിയ ബോളിവുഡ് ആക്ട്രസും ഒക്കെ ഇപ്പൊ അവരുടെ പ്രൊമോഷൻ അല്ലെ കണ്ടിട്ടില്ലേ, ഒരുപാട് ആഡ്സ് വരുന്നില്ലേ. ഇപ്പൊ അതൊന്നുമല്ല, എനിക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പം ഒരു ചെറിയ കംപ്ലൈന്റ് വന്നു. കംപ്ലൈന്റ് വന്നപ്പോ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു. വിത്തിൻ മിനിറ്റ്സ് ഭയങ്കര കസ്റ്റമർ കെയർ സർവീസ് ആട്ടോ. എനിക്കൊരു വീഡിയോ കിട്ടി അതെങ്ങനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പൊ ഞാൻ എന്റെ കംപ്ലൈന്റ് ഒരു വീഡിയോ ആക്കി. അപ്പൊ ഇതിൽ തന്നെ അവരുടെ നമുക്ക് ആ ബില്ലിൽ തന്നെ അവരുടെ ഒരു ഇത് നമ്പർ കാണില്ല. ഞാൻ ആ നമ്പറില്ല കോണ്ടാക്ട് ചെയ്തത്. ഇതുപോലെ നോക്കിയപ്പോൾ വാട്സ്ആപ്പ് നമ്പർ. പെട്ടെന്ന് ഞാനൊരു ഹായ് ഇട്ടപ്പോഴത്തേക്ക് അവരുടെ ബിസിനസ് അക്കൗണ്ട് ആണല്ലോ, അപ്പൊ അവർ റെസ്പോണ്ട് ചെയ്തു. ഞാനപ്പം വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുത്തു. നാട്ടിലെ പ്രോഡക്റ്റ് ആണല്ലോ, തൃശ്ശൂരാണ് ഹെഡ് ഓഫീസ്. അങ്ങനെ അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്തു. ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ അത് വീഡിയോ ഇങ്ങനെ നമ്മള് വെർട്ടിക്കലിൽ എടുത്തതാണ്. ഞാൻ കാണിച്ചു തരാം അതെന്താ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്ത് റീഫണ്ട് ചെയ്യണോ അങ്ങനെ എന്ത് ചെയ്യണം. കാര്യം എന്താന്ന് വെച്ചാല് ഇവരുടെ സൈറ്റിൽ പോയാൽ ഞാൻ വാങ്ങിച്ചത്. അപ്പൊ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാലും ആദ്യമൊക്കെ ഞാൻ ആമസോണിൽ നിന്നായിരുന്നു വാങ്ങിക്കുന്നത്. അപ്പൊ ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോ എന്താന്ന് വെച്ചാല് ആ പ്രോഡക്റ്റിന് അത് വലിയ ഡിസ്കൗണ്ട് അതൊന്നും കാണുന്നില്ല. ഇപ്പൊ അവരുടെ ബില്ല് ഇതിനകത്തുണ്ട്. പ്രോഡക്റ്റിന് ശരിക്കും നല്ല പാക്കിംഗ് ഒക്കെ കേട്ടോ. ഇതാ ഇങ്ങനത്തെ ഒരു ഇതിലാ വരുന്നത്. അപ്പം ഇതില് പ്രൈസ് വരുന്നത് 1750 അവരുടെ ഈ അണ്ടർ ഐ ജെല്ലിന്റെ പ്രൈസ് കേട്ടോ. പക്ഷെ നമ്മൾ അവരുടെ സൈറ്റിൽ പോയി വാങ്ങിക്കുമ്പോൾ നമുക്ക് കൊടുക്കുന്നത് 1178 റുപ്പീസ് നമുക്ക് ആവുന്നത്. നല്ല ഡിസ്കൗണ്ട് ഇല്ലേ. അപ്പം പിന്നെ എനിക്ക് ഇങ്ങനൊരു പ്രശ്നമാണ്. ഇപ്പൊ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാലത്തെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്കറിയാം റീഇംബേഴ്സ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഉണ്ട്, നമുക്കതൊരു ടെൻഷൻ ഇല്ല. പക്ഷെ ഇത് എന്താവും എനിക്കൊരു ഇതുണ്ടായിരുന്നു. കാര്യം ഓൾറെഡി ഇത് കമ്പാരിറ്റീവ്ലി എന്നെ പോലുള്ള ഒരാൾക്ക് ഇത്തിരി പ്രൈസ് ഹൈയാ. പിന്നെ ഭയങ്കര ഞാൻ ഇച്ചിരി നാച്ചുറൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇച്ചിരി മടിച്ചിയാ. അല്ലെങ്കിൽ അതൊക്കെ ചെയ്താൽ മതി, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ. ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഇത് ഞാൻ എടുത്തത്. അറിയാമല്ലോ അണ്ടർ ഐ ഈ ഡാർക്ക്നെസ് ഇതൊക്കെ ഭയങ്കര എല്ലാവരുടെയും വലിയൊരു സുന്ദരിയാവണമെന്നൊന്നും നമുക്ക് വലിയ എല്ലാവർക്കും അങ്ങനെയല്ലല്ലോ ആഗ്രഹം. നമ്മുടെ ഈ പ്രോബ്ലംസ് എസ്പെഷ്യലി ഈ അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ ഭയങ്കര ഇതല്ലേ. അപ്പൊ അത് എല്ലാ ലേഡീസിനും അതൊരു ടെൻഷനല്ലേ കാണുമ്പോ. അപ്പൊ അതിനുവേണ്ടി ഞാൻ വാങ്ങിച്ചതായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഒന്നും നമ്മളെ ചതിക്കില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷെ നല്ല എഫക്റ്റ് ആട്ടോ. പിന്നെ ഈ മാജിക് പോലൊന്നും ആവത്തൊന്നുമില്ല. ഈ ഒരു ആഡ് കാണിക്കല്ലോ പെരട്ടി വിത്തിൻ മിനിറ്റ്സ് അതങ്ങ് പോകുന്നത്. ഞാൻ നല്ലൊരു റിവ്യൂ പറയാം, ആർക്കെങ്കിലും ഉപയോഗിക്കാമെങ്കിൽ ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ജസ്റ്റ് അത് പറയുന്നതിന് മുമ്പേ 1 മന്ത് അല്ല, ഒരു 2 മന്ത്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ചേഞ്ചസ് അറിയാം. നല്ല നമുക്ക് ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് ഫീൽ ചെയ്യാം. അല്ലാതെ ഭയങ്കര പരസ്യത്തിലൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് ഇതാന്ന് അങ്ങനൊന്നുമല്ല. പക്ഷെ ഒരു ഇത് നമുക്ക് നന്നായിട്ട് നമുക്കത് ഒരാൾ കാണുമ്പോൾ നമ്മളോട് ചോദിക്കും നിങ്ങൾ എന്താ ചെയ്തതെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ ചോദിക്കും. അങ്ങനെ ഞാൻ തന്നെ ഇത് ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാല് ഇത് ഇങ്ങനെയാണല്ലോ പാക്കിംഗ് വരുന്നത്. അപ്പൊ ഇത് ഞാൻ തുറന്നു കഴിഞ്ഞ് ഞാൻ ക്ലോസപ്പ് ആക്കി കാണിക്കാം. ഇതിപ്പം നമ്മൾ എടുത്തിട്ട് തുറന്നിട്ട് സാധാരണ നമ്മൾ ഇങ്ങനെ ഒറ്റ പ്രസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് 2 ഡ്രോപ്പ് 2 സൈഡിൽ കൂടെയാ സാധാരണ നോർമലി വരുന്നത്. അപ്പൊ ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ ചെയ്യുന്നത് ഒരു ഡ്രോപ്പ് ഒരു കണ്ണിന്റെ സൈഡിലും മറ്റേ ഡ്രോപ്പ് മറ്റേ കണ്ണിന്റെ സൈഡിലും ഒന്ന് സർക്കുലർ ഡയറക്ഷനിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക ചെയ്യുന്നു. പക്ഷെ ഇത് നോക്കിക്ക്, ഇത് കാണാവോ നിങ്ങൾക്ക്? വരുന്നില്ല കണ്ടോ. എത്ര പ്രസ് ചെയ്തിട്ട് ഇതിന്നും വരുന്നില്ല. ഇതിപ്പോ എന്തോ ചെയ്യുമെന്ന് എന്ത് ചെയ്തിട്ടും വരുന്നില്ല. അപ്പൊ ഇത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അയച്ചു കൊടുത്ത വീഡിയോ പ്രസ് ചെയ്തിട്ട് ഇനിയൊന്നും വരുന്നില്ല. അങ്ങനെ എത്ര ഇത് ചെയ്തിട്ട് ഇത് വരുന്നില്ല. ഈ നോബിന്റെ ഈ പോർഷനിൽ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്ത് തരുമോ നിങ്ങൾ? അപ്പൊ ഞാൻ ഈ വീഡിയോയാ അയച്ചു കൊടുത്തത്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതിപ്പം നിങ്ങള് എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യോ അതോ റീഫണ്ട് ചെയ്യോ എന്താന്ന് വെച്ചാൽ പറയണോ? അതും കാണിച്ചു തരാം. അപ്പൊ എനിക്ക് അവര് ഒരു വീഡിയോ അതെന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് അയച്ചു തന്നു. അത് കാണിച്ചാൽ എനിക്ക് പണിയായാലോ, അതെനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. അപ്പൊ അവര് ജസ്റ്റ് അവരിങ്ങനെ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ട്
ആദ്യം വെച്ച് ആ വീഡിയോ ഷെയർ ചെയ്തു. പക്ഷെ മറ്റുള്ളവരുടെ ഒരു വീഡിയോ സ്പെഷ്യലി അവരുടെ എവിടെ ഒരു ഓഫീസിൽ ഇരുന്ന് ചെയ്തതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് ഇനി നമുക്ക് പണിയായാലോ എന്ന് വെച്ചിട്ട് ഞാൻ അത് ഷെയർ ചെയ്യുന്നില്ല. അപ്പൊ ഇതിൽ എന്താ കാണിച്ചിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഞാനും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങളെ കാണിച്ചിട്ട് ട്രൈ ചെയ്യും. കാര്യം ഫസ്റ്റ് ഇത് കാണണമെങ്കിൽ വരുന്നില്ല എന്നുള്ളത് കാണണമെങ്കിൽ, ഇങ്ങനെ വരുന്നത് കാണണമെങ്കിൽ ഒന്നും വരുന്നില്ലല്ലോ. അപ്പൊ അത് ഞാനത് ട്രൈ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്കത് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാ അത് ചെയ്യുന്നതെന്ന്. അവര് പറഞ്ഞ പോലെ അവര് തന്ന വീഡിയോ കണ്ടിട്ട് അതുപോലെ ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാവേ. അതേ ഒരു പറയുന്നത് ഞാൻ അപ്പടുത്ത് മാറ്റിയിട്ട് ഈ ഒരു ഇത് കണ്ടോ, ഇത് മേപ്പോട്ട് പിടിക്കാൻ പിടിച്ചപ്പോ വന്നു. അപ്പൊ ഇത് കണ്ടോ, ഇനി ഇത് ചെയ്യേണ്ട ഇത് മാറ്റി വെച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇതിന്റെ മുകളിൽ വെക്കുക കേട്ടോ. മുകളിൽ വെച്ചിട്ട് ഇത് നമ്മള് മേപ്പോട്ട് ഊതിയെടുക്കുക. എന്താവോ എന്തോ. ഒരു 3-4 പ്രാവശ്യം അങ്ങനെ മേപ്പോട്ട് ഈ ടിഷ്യൂ വെച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് ഷേക്ക് ചെയ്തു. ഒന്ന് കേട്ടോ, സക്സസ്. കണ്ടല്ലോ, 2 ഡ്രോപ്പായിട്ടിരിക്കുന്ന കണ്ടോ. ആദ്യം നമ്മൾ കണ്ടല്ലോ. അപ്പൊ എനിക്ക് ഞാനിത് റീഫണ്ട് ചെയ്യാൻ പറ്റുമോ ഇത് കണ്ട. എന്നിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. 2 ഡ്രോപ്പ് 2 കണ്ണിലും വെച്ചിട്ട് ഇങ്ങനെ നല്ല സുഖവും കേട്ടോ, നല്ല തണുപ്പും. അത് കുക്കുംബർ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഇത് റിവ്യൂ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഏതായാലും 2 ഡ്രോപ്പ് വന്നു. എന്നാ പിന്നെ ഇത് പെരട്ടിയേക്കാന്ന് വെച്ച് കാണിച്ചതാ. കണ്ടോ, നല്ല സുഖം കേട്ടോ പെരട്ടി കഴിയുമ്പോ. രാത്രി കിടക്കാൻ നേരത്താ പെരട്ടുണ്ടായിട്ടത്. ഇപ്പൊ ഞാൻ വന്നോണ്ടൊക്കെ പെരട്ടിയതേ ഉള്ളൂ. അങ്ങനെ അന്നേരം ആർക്കെങ്കിലും ഒക്കെ ഇനി ഇങ്ങനത്തെ പ്രോബ്ലം ഒന്നും മനസ്സിലായല്ലോ, എന്തോ വേണം, എന്നെ പോലെ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം ഇത്രയും പൈസ ഒറ്റയടിക്ക് പോയി കിട്ടിയോ എന്ന് ഞാനൊന്ന് വിചാരിച്ചു പോയി. റിവ്യൂ വീഡിയോ അല്ല, പ്രൊമോഷൻ വീഡിയോ അല്ല, ഒന്നുമല്ല. ഈ ഒരു കംപ്ലൈന്റ് ആർക്കെങ്കിലും വന്നാൽ പെട്ടെന്ന് ഇത് നമുക്ക് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നതിനൊക്കെ പകരം വെരി സിമ്പിൾ കാര്യമില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത്. ആർക്കെങ്കിലും ഒക്കെ പ്രയോജനം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഒരു കാട്ടിന്റെ അകത്തെ ഒരു ശിവന്റെ ടെമ്പിളിൽ പോയൊരു ടെമ്പിൾ അല്ല, ഒരു ഗുഹയുടെ നടുക്ക്, ഗുഹയുടെ പാറയുടെ ഇടയ്ക്ക് ഒരു ശിവലിംഗം കാണാൻ പോയ ഒരു വീഡിയോ ഇട്ടില്ലേ. ഒരുപാട് പേർക്ക് വീഡിയോ അത് ഇഷ്ടമായിട്ടു. പിന്നെ എന്റെ വീഡിയോ കണ്ടന്റ് വളരെ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമാണ്, ട്രാവൽ ആയതുകൊണ്ട് തന്നെ. അപ്പൊ അതിൽ എനിക്കൊരു കമന്റ് 1-2 പേരെന്നോട് ചോദിച്ചു, എന്നെ പോലിരിക്കുന്ന 2 പേര് ഒരാൾ സാരി കൊടുത്തു തോന്നുന്നു എന്തോ. ഞാനിടയ്ക്ക് ഒന്നാമത് എന്റെ വീഡിയോ അധികം കാണാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു 10 മിനിറ്റിന് മണ്ടയ്ക്ക് വീഡിയോ കൊണ്ടുപോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ആ വിവരങ്ങളൊന്നും പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു തന്നെയാണ് എന്റെ വിശ്വാസം. ഞാൻ 2 പ്രാവശ്യം പോയിരുന്നു. ഒരിക്കൽ ഞാൻ തന്നെ ഡ്രൈവറുടെ കൂടെ, പിന്നെ ഒരിക്കൽ ഏട്ടന്റെ കൂടെ. അത് 2 പേരൊന്നുമല്ല, എന്നെപ്പോലെ ഇരിക്കുന്ന വേറെ ആരും ഒന്നുമല്ല, അത് ഞാൻ തന്നെ കേട്ടോ. ജസ്റ്റ് പറയണമെന്ന് തോന്നി. ആ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം. നല്ല രസമാണ്. ഭയങ്കര കാട്ട് നടത്തിയ ഒരു പാറക്കെട്ട് പോകുന്നതെല്ലാം. അപ്പം വീണ്ടും പുതിയ നമ്മള് യാത്രാ കാഴ്ചകളുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അതുവരേക്കും എന്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് കേട്ടോ.